ഹലോ. പെർഫ്യൂം അത്തർ ഷോപ്പുള്ളവർ ഓൺലൈനിലേക്ക് ഇറങ്ങാൻ നേരത്ത് സാധാരണ വരുത്തുന്ന ഒരു മിസ്റ്റേക്കും അതിൻ്റെ ഒരു പരിഹാരമാണ് ഇന്നത്തെ ഇതിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാം. ഇത് നിങ്ങളുടെ സെയിൽ വർദ്ധിപ്പിക്കും. ആദ്യം തന്നെ പെർഫ്യൂം അത്തർ ഷോപ്പുള്ള പലർക്കും ഈ പെർഫ്യൂമിൻ്റെ കൂടെ തന്നെ മറ്റ് പല പ്രൊഡക്റ്റുകളും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഫാൻസി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ചിലവർ ക്ലോത്തിങ് സൈഡായിട്ട് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ വരുത്തുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലേക്ക് ഇറങ്ങാൻ നേരത്ത് അതൊരു ഷോപ്പ് പോലെ നിങ്ങൾ തുടങ്ങാതിരിക്കുക. ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രം പിടിച്ച് തുടക്കത്തിൽ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുക. അതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പാടുള്ളൂ. അതായത് എല്ലാം കൂടി കാടടച്ച് വിൽക്കാനായിട്ട് നോക്കരുത്. ഇത് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം വർക്കാവുന്നത് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആളുകളുടെ ഇൻട്രസ്റ്റ് എന്താണോ, റീസെൻ്റ് ആയിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം വർക്കാവുന്നത്. ഇപ്പം നിങ്ങൾ 6 മാസം മുമ്പ് ജിമ്മിൽ പോകണം, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ 6 മാസം മുമ്പായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ എപ്പോഴും സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ജിമ്മും അതും റിലേറ്റഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് ട്രെയിനിങ്ങുമായി ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള റീൽസും പരസ്യങ്ങളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് 6 മാസം മുമ്പുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഇതൊന്നും കാണില്ല. കാരണം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ചേഞ്ചായി. റീസെൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഫീഡ്സുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ത് കാണണം എന്നുള്ളത് സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്നത് നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ അത്തർ പെർഫ്യൂം അതുമായി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഒരു വെഡ്ഡിങ് വരുന്നുണ്ടായിരിക്കാം, അപ്പോൾ അതിന് പെർഫ്യൂം പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ പെരുന്നാൾ വരുന്നുണ്ടായിരിക്കും അതിന് പെർഫ്യൂം പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ റീസെൻ്റ്ലി സംഭവിക്കുന്ന, അതായത് അടുത്ത വർഷത്തേക്ക് വേണ്ടി നമ്മൾ ഇന്നേ ഒരുങ്ങുന്ന സംഗതിയല്ല. ആ ഒരു ഇവൻറ്റിന് ഒരാഴ്ച മുമ്പൊക്കെയാണ് കസ്റ്റമേഴ്സ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ അവിടെ വേണം. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും കൂടിയുള്ളൊരു ഷോപ്പിംഗ് മാൾ പോലെ തുടങ്ങാതെ അത്തർ പെർഫ്യൂം ഷോപ്പുള്ളവർ നിങ്ങൾ ആ ഒരു കാറ്റഗറി മാത്രം തുടക്കത്തിൽ പിടിക്കുക. അതിൻ്റെ പരസ്യങ്ങൾ മാത്രം കൊടുക്കാം. ഞങ്ങളുടെ അടുത്ത് എല്ലാം ഉണ്ട്. അത്തറുണ്ട്, അതേപോലെ മൊബൈൽ ആക്സസറീസ് ഉണ്ട്, ക്ലോത്തിങ് ഉണ്ട്, ഫാൻസി ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എല്ലാം കാർഡടിച്ച് ചവറ് പോലെ പരസ്യം കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. ഒന്ന്, നിങ്ങളൊരു പ്രത്യേക കാറ്റഗറി പിടിക്കാൻ നേരത്ത് അതുമായി ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ കൂടുതലായിട്ട് നിങ്ങളുടെ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യാനും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനും തുടങ്ങും. ഇപ്പം ഞങ്ങളുടെ ഡിജി സെയിൽസിൻ്റെ പരസ്യം നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾ ഒറ്റ കാറ്റഗറിയാണ് പിടിച്ചേക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തതെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളിപ്പോൾ ഈ ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ആരെയാണ് വേണ്ടതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ പെർഫ്യൂം അത്തർ ഷോപ്പുള്ള ഒരാളാണ്. അത് കൃത്യമായിട്ട് അറിയാം. അതാണ് മാർക്കറ്റിംഗ് എഫിഷ്യൻ്റായിട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം. അതാണ് ഒറ്റ കാറ്റഗറി മാത്രം പിടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സെയിലെല്ലാം വന്നതിന് ശേഷം പതുക്കെ കാറ്റഗറി എക്സ്പാൻഡ് ചെയ്യും. നിങ്ങളുടെ മറ്റു പ്രൊഡക്റ്റുകളും കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രം പിടിച്ച് സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങൾ പ്രോപ്പറായിട്ട് കൊടുത്ത് നല്ല രീതിയിൽ സെയിൽ വന്ന് തുടങ്ങാൻ നേരത്ത് പതുക്കെ അടുത്ത കാറ്റഗറിയിലേക്ക് എൻട്രി എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കുറേ കൺഫ്യൂസ് ആവും. പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ, പരസ്യം ചെയ്തതിലെ പ്രശ്നമാണോ? ഒരെണ്ണം പിടിച്ച് അതിലെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ നേരത്ത് ആ ഒരു കാറ്റഗറിയിൽ നിന്നിട്ട്, പെർഫ്യൂം അത്തർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം വേറൊന്നിലേക്ക് കാലെടുത്ത് വെക്കാൻ നേരത്ത് ഓൾറെഡി നിങ്ങളുടെ അടുത്തൊരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. എങ്ങനെ കസ്റ്റമറെ കൊണ്ടുവരണം, എങ്ങനെ അവരെ കൊണ്ട് എടുപ്പിക്കണമെന്നുള്ള ആ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്. ഇനി അത് മറ്റുള്ളതിലേക്ക് എക്സ്പാൻഡ് ചെയ്താൽ മതി. എന്താണോ നിങ്ങളുടെ പെർഫ്യൂമിൻ്റെ കൂടെ തന്നെ ഉള്ള പ്രൊഡക്റ്റുകൾ എന്താണോ അത് അതൊക്കെ എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ കസ്റ്റമേഴ്സ് എപ്പോഴും നിങ്ങളൊരു പ്രത്യേക ഇതിനു വേണ്ടി മാത്രമുള്ളതെന്ന് പറയാൻ നേരത്തെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലൊരു പ്രത്യേക പൊസിഷൻ നിങ്ങൾക്ക് കിട്ടും. പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാനിത് പറഞ്ഞുതരാം. ഒരു ജനറൽ ഡോക്ടറും ഒരു സ്പെഷ്യലിസ്റ്റുകളെ നമ്മൾ കുറച്ചും കൂടി റെസ്പെക്റ്റോടു കൂടി കാണും. അവർക്ക് കുറേ കൂടി അധികം ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അയാൾ അതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ഒരാളാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ജനറൽ ഡോക്ടറാണ്.
നമ്മളൊരു ജനറൽ ഡോക്ടർ ആവാൻ നോക്കരുത് മാർക്കറ്റിങ്ങിൽ. പെർഫ്യൂം മാത്രം നിങ്ങൾ തുടക്കത്തിൽ പിടിക്കുക. പെർഫ്യൂം മാത്രം പിടിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ആ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് കിട്ടുന്ന അതേപോലെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആളാണ്. നിങ്ങൾക്കൊരു കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഒരു അതോറിറ്റി ഫീൽ ചെയ്യും, നിങ്ങളോടൊരു അതോറിറ്റി ഫീൽ ചെയ്യും. നിങ്ങൾ ഇതിൻ്റെ ആളാണ്, ഇതിനെപ്പറ്റി നോളജ് ഉള്ളതാണ്, നിങ്ങളുടെ പേജിൽ മുഴുവൻ ഇതാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളെപ്പോഴും സംസാരിക്കുന്നത് ഇതിനെ പറ്റിയിട്ടാണ്, നിങ്ങളുടെ ഓഫറുകളെല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങളുടെ പരസ്യം എല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലൊരു പൊസിഷൻ കിട്ടി. അപ്പോൾ കറക്റ്റ് ആൾ ആരാണോ ആ കറക്റ്റ് ആൾ നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ടെത്തും. പലരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് പെട്ടെന്ന് തന്നെ കാറ്റഗറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നോക്കും. ആ സ്റ്റാർട്ട് ചെയ്ത കാറ്റഗറി ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ കാറ്റഗറി ഏതാണോ അത് പെർഫ്യൂം അത്രയാണ്, ഈ പെർഫ്യൂമിൽ മാത്രം നിൽക്കുക എന്നുള്ളതാണ് തുടക്ക സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാം കൂടി ഒരേ സമയത്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇത് വലിയൊരു അബദ്ധമാണ്, മാർക്കറ്റിങ്ങിലെ വലിയൊരു മിസ്റ്റേക്കാണ്. നീഷ് മാർക്കറ്റിംഗ് എന്നാണ് ഇതിനെ സാധാരണ പറയാറ്. ചെറിയ സ്ഥാപനങ്ങൾ, ചെറിയ ബിസിനസ്സുകൾ, ചെറിയ ഷോപ്പൊക്കെ ഉള്ളവർ നീഷ് മാർക്കറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. ഒരു പ്രത്യേക ചെറിയ കാറ്റഗറി പിടിച്ച് അതിൽ ഒരു സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. കസ്റ്റമർ വരുന്നുണ്ട്, സെയിൽ കിട്ടുന്നുണ്ട്, എന്നിട്ട് പതുക്കെ പതുക്കെയാണ് മറ്റുള്ള കാറ്റഗറിയിലേക്ക് കിടക്കാൻ പോകുന്നത്. അറ്റ് എ ടൈമിൽ മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ കൈ വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കൈ പൊള്ളും, അധിക സമയം നിങ്ങളുടെ കാശ് വെറുതെ വേസ്റ്റ് ആവും. കസ്റ്റമേഴ്സ് നിങ്ങൾ നേരത്തെ ഒരു പൊസിഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് കിട്ടുന്ന ആ പൊസിഷൻ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളുടെ ബ്രാൻഡിങ് ഡൈല്യൂട്ടായി പോകാമെന്നൊക്കെ ടെക്നിക്കൽ ഭാഷയിൽ പറയാം. അതൊന്നും അറിഞ്ഞില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല. ബ്രാൻഡ് ഡൈല്യൂട്ടായി പോകും. അതായത് അതും ഇതും എല്ലാം കസ്റ്റമറുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ വരും, ഇവരിപ്പോൾ എന്താ വിൽക്കുന്നത്. പല ബിഗ് ബ്രാൻഡുകളും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവർ 1-2 പ്രൊഡക്റ്റൊക്കെ അവരുടെ അടുത്തുള്ളൂ. ഇപ്പോൾ കാഷിയോടൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വാച്ച് കാലത്ത്. അപ്പോൾ അവരുടെ ആ ഒരു അവർക്ക് മൊബൈൽ ഫോണൊക്കെ വേണമെങ്കിൽ ഇറക്കാം, പക്ഷെ അവരുടെ ഒരു മേഖലയല്ല അത്. പല കമ്പനികളും 100 വർഷത്തിനൊക്കെ മേളിൽ പഴക്കമുള്ള കമ്പനികളുണ്ട്. അവർ ആ കാറ്റഗറി വിട്ട് അവർ പുറത്തേക്ക് പോകാറില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഡൗട്ട് വരും, അവർ ഡൈല്യൂട്ട് ആവും. ചില നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചില റെസ്റ്റോറൻറ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഹോട്ടൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ അടുത്ത് 1-2 ഡിഷുകളൊക്കെയാണ് അവരുടെ അടുത്തുള്ളൂ. അപ്പോൾ ബിരിയാണിയിലാണെങ്കിൽ അവർ ബിരിയാണി മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുള്ളൂ. അവർ മറ്റ് ഊണ് അതേപോലെ തന്നെ രാവിലത്തെ അതൊന്നും അവർക്കുണ്ടാവില്ല. അവരൊരു നിശ്ചിത ഒരു പ്രത്യേക ടൈം ആകുമ്പോൾ ഓപ്പൺ ചെയ്യും, ഒരു പ്രത്യേക ടൈം ആകുമ്പോൾ ക്ലോസ് ചെയ്യും. നല്ല രീതിയിൽ സെയിലും ഉണ്ട്, ലാഭവും ഉണ്ട് അവർക്ക്. ആ ഒരൊറ്റ കാറ്റഗറിയിൽ അവർ പിടിച്ചിട്ടുള്ളൂ. സാധാരണ അതാണ് നല്ല രീതിയിൽ മൾട്ടി കുസീൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അവർ സ്ട്രഗിളിലായിരിക്കും. ഭയങ്കര പ്രയാസമാണ് അത്തരത്തിലുള്ള ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓപ്പറേറ്റിംഗ് ചാലഞ്ചുകൾ കൂടുതലായിരിക്കും അത്. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിംഗിൾ കാറ്റഗറിയിൽ ആദ്യം ഫോക്കസ് ചെയ്യുക. കാലാകാലം നിങ്ങൾ അങ്ങനെ തന്നെ നിൽക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. തുടക്ക സമയത്ത് ഇറങ്ങുന്ന ടൈമിൽ അറ്റ് എ ടൈമിൽ നിങ്ങൾ ഒന്നിലേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾ കാറ്റഗറി എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിലുണ്ട്, ഇനിയും ആ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിനെ ക്യാപ്ചർ ചെയ്യാനുണ്ടെങ്കിൽ എന്തിനാ വേറെ കാറ്റഗറിയുമായിട്ട് പോകുന്നത്? ഓൾറെഡി നിങ്ങൾക്ക് ഇനി പുതിയതിനെ പറ്റി പഠിക്കേണ്ട വരില്ലേ, ഇനി അതിൽ ടെസ്റ്റ് നടത്തേണ്ട വരില്ലേ? അതിലും ഭേദം ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കിയാൽ പോരെ, കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ളതാണല്ലോ. ഇതാണ് പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിംഗ്. ആർക്ക്? സ്മോൾ ബിസിനസ് ചെയ്യുന്നവർക്ക്. ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ഇത് വർക്കൗട്ട് ആവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ചില്ലറ കളികൾ കൊണ്ട് ചില്ലറ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് കാര്യമില്ല. അവർ ഒരുപാട് കാറ്റഗറി അറ്റ് എ ടൈമിൽ ലോഞ്ച് ചെയ്യും. പക്ഷേ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോർപ്പറേറ്റ് കമ്പനികൾക്കെല്ലാം അവർ സെയിൽ ഡിപ്പെൻഡൻ്റ് അല്ല. അതായത് നിങ്ങൾക്ക് സെയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 1-2 മാസം കൊണ്ട് പൂട്ടേണ്ട വരും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം സെയിലില്ലാതെ പോകാം. കാരണം അവർക്ക് വേറെ റവന്യൂ സോഴ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അറ്റ് എ ടൈമിൽ കുറേ കാറ്റഗറിയിൽ ലോഞ്ച് ചെയ്ത് ഇപ്പോൾ കുറേ കാറ്റഗറിയുടെ പരസ്യം കൊടുത്ത് കുറേയൊക്കെ പൊളിഞ്ഞ് കുറേയൊക്കെ കിട്ടിയെന്ന് പറയാം. എന്നിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു നഷ്ടമല്ല. നിങ്ങളൊരു സ്മോൾ ബിസിനസ്സാണ്, 5 ഇറക്കാൻ നേരത്ത് 10 കിട്ടണം എന്ന രീതിയിൽ മാർക്കറ്റിങ്ങും പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം ബിസിനസ് വളർത്തണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് അറ്റ് എ ടൈമിൽ ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കുക. നമുക്ക് തോന്നും അതിലേക്കും ഇതിലേക്കൊക്കെ ചാടിയാലോ എന്ന് നമുക്ക് തോന്നും. അത് ഭയങ്കര ഒരു അപകടം പിടിച്ചിട്ടുള്ള പരിപാടിയാണ്. ഒരു കാറ്റഗറിയിൽ മാത്രം നിൽക്കുക. ഇനി ആ കാറ്റഗറി വർക്ക് ആവണില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാറ്റഗറീനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് അടുത്ത കാറ്റഗറിയുമായിട്ട് കയറാം. നിങ്ങൾക്ക് തീരെ വർക്കൗട്ട് ആവണമെന്ന് തോന്നുകയാണെങ്കിൽ അതും ഇതും പിടിക്കാതെ ചെയ്യുന്ന ഇത് ഒഴിവാക്കിയിട്ട് അത് ചെയ്യാനായിട്ട് നോക്കാം.
ഇപ്പോൾ പറഞ്ഞു വന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ കാറ്റഗറി പിടിച്ച് ആ സിംഗിൾ കാറ്റഗറിയിലുള്ള ആ പ്രത്യേക വിഭാഗം കസ്റ്റമറെ മാത്രം സെർവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മോൾ ബിസിനസ്സായിട്ട് നിൽക്കാനാണ് ആദ്യം നോക്കേണ്ടത്. എന്നിട്ട് പതുക്കെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന കാശ് കൊള്ളേണ്ട അടുത്ത് കൊള്ളേണ്ട ആളുകളിൽ കൊണ്ടാൽ മതി, കാണേണ്ടവർ കണ്ടാൽ മതി, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാത്തവരത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാശ് വേസ്റ്റ് ആയി. എന്തിനാണ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാൻ സാധ്യതയില്ലാത്ത ഒരാളെ പരസ്യം അവരിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സൊസൈറ്റിയിൽ ഒരു നിശ്ചിത വിഭാഗം ആളുകളെ നിങ്ങളുടെ അടുത്ത് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ളൂ, ഇനി അവർ മാത്രം കണ്ടാൽ മതി. അതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണോ ആ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാറ്റഗറി മാത്രം പിടിച്ച് കഴിഞ്ഞാൽ ആ കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സിംഗിൾ കാറ്റഗറിയിൽ ആദ്യം നിൽക്കാൻ നോക്കുക, അതിന് ശേഷം മാത്രം വർക്കായതിന് ശേഷം മാത്രം അടുത്ത കാറ്റഗറിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന പലരും ആ ഒരു കോഴ്സ് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ അപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്, ഇതും കൂടി ലോഞ്ച് ചെയ്യട്ടെ, അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ചെയ്യട്ടെ. നോയാണ് ഞങ്ങൾ പറയാറ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലോഞ്ച് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇപ്പം നിങ്ങൾക്ക് 5 കസ്റ്റമർ ഉണ്ട്, അതേ പ്രൊഡക്റ്റ് 10 പേർക്ക് വിൽക്കാൻ നോക്കലാണ് നിങ്ങൾക്ക് ലാഭം. വേറൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേറൊരു കാറ്റഗറി ലോഞ്ച് ചെയ്ത് അതിന് വേറൊരു 5 എണ്ണത്തിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതിനേക്കാളും ആ കാറ്റഗറിയിൽ ഇനിയും കസ്റ്റമേഴ്സിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ സെയിം പ്രൊഡക്റ്റ് സെയിം കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ഓർ സർവീസ് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും ലാഭം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.